കുട്ടി റെഡിയായി ഇന്ന് ഹാപ്പിയായിട്ടൊക്കെ ഇറങ്ങി വന്നേക്കുന്നേ. മധുക്കുട്ടിയും മധുക്കുട്ടിയും റെഡിയായി ഹാപ്പിയായിട്ടൊക്കെ ഇറങ്ങി വന്നേ. സ്കൂളിൽ പോവാം മേധക്കുട്ടി. മേധക്കുട്ടിക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് സ്വഭാവം മാറും കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല സന്തോഷിച്ച് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചെറിയൊരു കരച്ചിലൊക്കെ വരും. ഇപ്പോൾ സ്കൂളിൽ പോവാം. ഓക്കെ ഡൺ. ഹലോ, നോക്കിയിരിക്കുന്നു അമ്മേനെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പവും ഗ്രീൻ പീസ് കറിയും. അപ്പം കുറേ നാളായി ഞങ്ങൾ പറിക്കായിരുന്നു ഞങ്ങളുടെ നെത്തിവഴുന്നേ ഞങ്ങളൊന്ന് പറിക്കും കേട്ടോ. അമ്മിയാണ് പറിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുക. റംബൂട്ടാൻ പിടിച്ചേക്കല്ലോ കേട്ടോ അമ്മി. പറിച്ചിട്ടോ, ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെയൊക്കെ അവസ്ഥ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പറിക്കുന്നത്. എൻ്റെ ഉള്ള ആരോഗ്യം വെച്ചോണ്ട് ഞാൻ വലിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ പറിച്ചെടുക്കട്ടെ. കാരണം ഞാൻ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് പാടാണ്. ഫുള്ള് പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, കുറച്ചൊക്കെ പറിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി കുറച്ചാലും റംബൂട്ടാൻ പൊടിഞ്ഞു പോയിക്കും. അയ്യോ, ഇതിങ്ങനെ ചായപ്പോൾ എനിക്കാ പേടി കേട്ടോ. കാരണം റംബൂട്ടാൻ നല്ല അടിപൊളി റംബൂട്ടാൻ കേട്ടോ, നല്ല ടേസ്റ്റുള്ള റംബൂട്ടാൻ. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ വിഷമമുണ്ട്. എത്തി വരുന്നത് ഞാൻ ഇത് നിറച്ചും കായ, മുകളിലെല്ലാം കായുണ്ട് കേട്ടോ. അയ്യോ, കുറച്ചേ ഇന്ന് പറിക്കത്തുള്ളൂ കേട്ടോ. പയ്യെ പയ്യെ പറിക്കാം നമുക്ക്. ഇത്രയും പറിച്ചു കേട്ടോ, ഒത്തിരി ഉണ്ട്. ഞങ്ങൾക്ക് ഇതൊന്ന് മതി, ബാക്കി പയ്യെ 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 പറിക്കാൻ ഓർത്തു. അപ്പോൾ കുഞ്ഞാപ്പിക്ക് കുറച്ച് പനിയുണ്ട്. അപ്പോൾ ദേഹം മാത്രമേ ഇന്ന് തുടച്ചുള്ളൂ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയ്ക്ക് കയറുക. അപ്പോൾ അവളവിടെ കിടത്തിയിട്ട് പോകുന്ന ഓർത്തു. പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടമില്ല കിടക്കുന്നത്. എന്നാലും കുറച്ച് നേരം കിടത്തിയില്ലെങ്കിൽ അവൾ കിടന്ന് പിന്നെ കാർച്ചയായിരിക്കും. ഉച്ചയ്ക്ക് നിത്യവഴുതിങ്ങ മേൽക്കോട്ട് വെച്ചു. മേൽക്കോട്ടേക്ക് വലിയ വേറെ ദിവസം ഇടാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സമയം കിട്ടില്ല, ഞങ്ങൾ പെട്ടെന്ന് വെക്കുമായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ആയി കേട്ടോ. അപ്പം ഇടയ്ക്ക് ഞാൻ മീൻ ഇട്ടിട്ട് പോയിരുന്നു. അപ്പം കുഞ്ഞ് ഇടയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് ഇതിനി ഫ്രൈ ആണ് താമസം. ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സിലോപ്പിയ ഫ്രൈ, നിത്യവഴുതിങ്ങ മെഴുക്കോട്ടി, തൈര്, പിന്നെ രാവിലത്തെ ഗ്രീൻ പീസ് കറി. മൃദുലക്കുട്ടി ഒരുറക്കമൊക്കെ കഴിഞ്ഞു. അയ്യോ, ബോള് കൊടുത്ത പക്ഷേ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇവിടെ കിടത്തിയിട്ട് വേണം അവൾമാർക്ക് വൈകിട്ടത്തേക്ക് ഫുഡൊക്കെ റെഡിയാക്കണം ഇനി. അപ്പോൾ അവളവിടെ കിടന്ന് കളിക്കും. ഇന്നത്തേക്ക് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി വെക്കാൻ കൊടുത്തു. ഇനി ചില സമയങ്ങളിലൊക്കെ നല്ല രസമുണ്ടെങ്കിൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ കാണാനും എല്ലാം.
അവളെ ഹായ്. അപ്പോൾ വന്ന് കയറി ഇപ്പോൾ 2 ഏത്തപ്പഴം നേരത്തെ പൊടി വെച്ചപ്പം കഴിക്കാൻ ഓർത്തു. പിള്ളേരെല്ലാം കഴിച്ചു. ഇപ്പോൾ ഞാനും മമ്മിയുള്ളൂ ഇനി കഴിക്കാൻ. നേരം ആയപ്പോൾ നല്ല കരിയലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഇനി വൃത്തിയാക്കണം. തൂത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വീടെല്ലാം പുതയ്ക്കണം. നിറച്ച് കൊതുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ കുന്തിരിക്ക് വെച്ചെല്ലാം പുതച്ചേക്കാന്ന്. അപ്പോൾ ഇത് കത്തി വരുന്നുണ്ട് കേട്ടോ. കുന്തിരിക്ക ഇടാം. മഹതിക്കുട്ടി ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് മുട്ടക്കറിയും പൊറോട്ട ഉണ്ടാക്കാൻ ഓർത്തു കേട്ടോ. പൊറോട്ട പാക്കറ്റാണ്. അപ്പോൾ ആദ്യം മുട്ട പുഴുങ്ങാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. കാരണം നാടൻ മുട്ടയുണ്ട്. ചില മുട്ടയൊക്കെ നമുക്ക് പൊളിക്കാൻ ഭയങ്കര പാടാ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊളിക്കാൻ പറ്റും. മുട്ടക്കറിക്ക് സവോള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില. ചീഞ്ചട്ടി വെച്ചു. കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. അപ്പം കടുകിടാം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സവോള കൊത്തി അരിഞ്ഞത്. ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, കുറച്ച് കരിവേപ്പില ഇട്ടില്ല. കരിവേപ്പില ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മസാല, കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാം നല്ലതായിട്ട് ചൂടാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർക്കാം. അപ്പോൾ മുട്ടക്കറി ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ പൊറോട്ടയുണ്ട്, അതും കൂടെ ചുട്ടെടുക്കാം. പൊറോട്ട ഇതാ ഇങ്ങനെ പാക്കറ്റ് കിട്ടും മേടിക്കാം. അപ്പോൾ അതൊന്ന് ചുട്ട് നോക്കാൻ ഓർത്തു കേട്ടോ. അപ്പോൾ മഹതിക്കുട്ടി കുറേ ദിവസം പറയുന്നുണ്ട് ചുട്ട് കൊടുക്കാൻ. അപ്പോൾ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് പൊറോട്ട മേടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചുട്ട് നോക്കാം. പൊറോട്ട നമുക്ക് ഇട്ട് നോക്കാം. ഇതെങ്ങനെയായി വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഒന്ന് ഇട്ട് നോക്കുക, ചുട്ട് നോക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് നോക്കുക. ആ മഹതിക്കുട്ടി പറഞ്ഞു കേട്ടോ, സൂപ്പറാണ് കേട്ടോ. അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേയിരിക്കണം. പക്ഷെ ഞാനൊരു ദിവസം ട്രൈ ചെയ്യുന്നുണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ. എങ്ങനെയായി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശമായി. ആദ്യത്തെ ശരിയായി.